ലക്ഷ്മി, ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് അവസാനം വന്ന നിവേദനത്തിൽ നിന്ന് അദ്ദേഹം പറയുന്ന കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് വീക്ഷണമുണ്ടാകാം. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, ഈ രാജ്യത്തിന്റെ ഏത് നിയമങ്ങൾ വരുമ്പോഴും ആ നിയമങ്ങളൊക്കെ തന്നെ രാജ്യത്ത് കോടതികളെ ധിക്കരിക്കുന്നവരോ കോടതി അനുസരിക്കാത്തവരോ ആരുമില്ല. ഇപ്പോ എക്സാമ്പിൾ ബാബരി മസ്ജിദ് വിഷയം ഒരു വഖഫ് വിഷയമായിരുന്നു. പക്ഷേ അതിന്റെ കാര്യത്തിൽ സുപ്രീം കോടതി ഒരു തീരുമാനമെടുത്തപ്പോൾ എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ സുപ്രീം കോടതി വിധി അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ അതിനോട് യോജിക്കുന്നു എന്ന് മുസ്ലിങ്ങൾ പറയുകയും ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു. ഒരു വിഷയത്തെ ഏത് വിഷയം, ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ അവിടെ താമസിക്കുന്നവരായ ആളുകൾക്ക് പരിരക്ഷ കിട്ടുന്ന രീതിയിലുള്ള നിയമനിർമ്മാണമാണ് ഞങ്ങൾ കാക്ഷിക്കുന്നത്. അത് ഗവൺമെന്റിന് എടുക്കാമെന്നാണ് എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ചെടുത്ത തീരുമാനം മുനമ വിഷയത്തിൽ. ഞാൻ പറയുന്നത് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഓരോ പ്രത്യേകമായ ഇഷ്യൂ ആണ്. അതിന്റെ പേരിൽ ഒരു രാജ്യത്ത് നിയമനിർമ്മാണത്തെ മുഴുവൻ അവഹേളിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ഒരുപാട് വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളുള്ള രാജ്യമാണ്. ഈ രാജ്യത്തിന് ഒരുപാട് പാരമ്പര്യങ്ങളുടെ ചരിത്രമുണ്ട്. ഇന്ത്യ രാജ്യത്തേക്ക് മധ്യേഷ്യയിൽ നിന്ന് ആര്യന്മാർ കടന്നു വന്നത് മുതൽ ഇവിടുത്തെ ദ്രാവിഡന്മാർ സിന്ധു നദീതട സംസ്കാരം മുതൽ സ്വീകരിച്ചത് മുതൽ മുസ്ലിങ്ങൾ വന്നപ്പോൾ മുസ്ലിങ്ങളെ സ്വീകരിച്ച മുതൽ ഒരുപാട് മതങ്ങളെ കൈച്ച മണ്ണ് ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അഭിമാനകരമായ മണ്ണാണ്. ആ മണ്ണിൽ അതത് കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർ രേഖയും കടലാസുകളും ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ ഇവിടെ ആരാധനാലയങ്ങൾ പഠിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എല്ലാ മതവിഭാഗങ്ങളുമുണ്ട്. അതൊക്കെ പഠിച്ച് ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിനും ഈ രാജ്യത്തിന്റെ വൈവിധ്യവും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ മതമൈത്രി കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം രാജ്യത്ത് ഏത് നിയമനിർമ്മാണം നടക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ 95-ലെ JPC രാജ്യത്തുടനീളം സഞ്ചരിച്ച് കൃത്യമായി എവിഡൻസ് ഉണ്ടാക്കി എത്രയോ കഠിനാധ്വാനം ചെയ്താണ് ആ റിപ്പോർട്ട് മുന്നിൽ വെച്ചത്. ആ റിപ്പോർട്ടിന്റെ അപാകതയാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. അതിന് പകരം ഒരു സുപ്രഭാതത്തിൽ ഇതാ ഞങ്ങൾക്ക് ഇത്ര പേരുടെ ഭൂരിപക്ഷമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നടപ്പാക്കുന്നു എന്നുള്ള രീതിയല്ല. ഇന്ത്യയിൽ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട രാജ്യം, നമ്മുടെ രാജ്യത്തിന്റെ ഈ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് ഈ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ഡൈവേഴ്സിറ്റിയാണ്. അത് തകർത്തിട്ട് അതല്ല ഞങ്ങൾ നിയമനിർമ്മാണം എന്ന് പറഞ്ഞാൽ അതല്ല എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ദൂരദർശന് വേണമെങ്കിൽ 2-3 നിയമവിദഗ്ധന്മാരെയും ഒരു BJP നേതാവിനെയും ഒക്കെ ഇരുത്തിയിട്ട് ഇപ്പുറത്തും ഇരുത്തിയിട്ട് നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. ആ ചർച്ചക്കൊന്നും കേട്ടില്ല. ആ നിയമവിദഗ്ധന്മാരും BJPക്ക് വേണ്ടി പറയുന്നവരെ മാത്രം കൊണ്ടുവന്ന് ഇരുത്തിയാൽ മതി. അല്ലാത്തവരുമുണ്ട്. രാജ്യത്ത് ഒരുപാട് ആളുകളുണ്ട്. രാജ്യത്തെ എല്ലാ നിയമവിദഗ്ധന്മാരും പാർലമെന്റിൽ വന്ന BJPയുടെ ഈ ബില്ലിനെ അനുകൂലിക്കുന്നവരല്ല. ഒരുപാട് പ്രഗത്ഭന്മാരുണ്ടല്ലോ. കപിൽ സിബലിനെ പോലുള്ള ആളുകളുണ്ട്. ഇന്നലെ ഞാൻ TV ചാനലിന്റെ ചർച്ചയിൽ വന്നു. പ്രഗത്ഭനായ അഡ്വക്കേറ്റ് അഭിലാഷ് ഉണ്ടായിരുന്നു. അത് മറ്റൊരു രീതിയിലാണ് സംസാരിച്ചത്. രാജ്യത്തെ നിയമവിദഗ്ധന്മാരൊക്കെ ഒരേ കാഴ്ചപ്പാടിലാണ് എന്നുള്ള രീതിയിൽ ലക്ഷ്മി കാര്യങ്ങളെ സമ്മപ്പിച്ചു ചെയ്യരുത്. ഈ വിഷയത്തിൽ കൃത്യമായ ചർച്ച നടന്നിട്ടില്ല. JPC എടുത്ത തീരുമാനം ഇന്ത്യൻ പാർലമെന്റിൽ വരട്ടെ. ഞങ്ങൾ ഈ രാജ്യത്ത് നീതിയായ കോടതികളുണ്ട്, രാജ്യത്ത് സുപ്രീം കോടതിയുണ്ട്. പല കാര്യങ്ങളിലും ഇടപെട്ട രാജ്യത്തിന്റെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് രാജ്യത്തിന്റെ ജുഡീഷ്യറിയിലാണ്. ആ രാജ്യത്തിന്റെ ജുഡീഷ്യറി ഭരണഘടനാനുസൃതമായി ഈ കാര്യങ്ങൾ തീരുമാനിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്.